സാധാരണ സ്റ്റിച്ചിങ് ക്ലാസ്സസിൻ്റെ അതുപോലെ മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ആഞ്ചലീന ഫാഷൻസ് എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഇടാറുള്ളത്. പക്ഷേ ഇപ്പം ഇൻസ്റ്റയിൽ ഒരാളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്കിപ്പം ഇതുപോലുള്ള ടേബിൾ ടോപ്പ് മെഷീൻസ് അത്യാവശ്യം വീട്ടിൽ ഉപയോഗിക്കാനൊക്കെ ആണെങ്കിൽ ഏത് മെഷീനാണ് നല്ലതെന്ന് ചോദിച്ചത്. കാരണം ഞാൻ അതിലൊരു ഫുൾ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ആൾക്കാരൊന്നും ആ ചാനൽ കാണുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ശരിക്കും ഇവിടെ സെക്കൻഡ് ഹാൻഡ് മെഷീൻസ് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയതൊരു ബേസിക് മോഡൽ വാങ്ങുന്ന കാശുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ചധികം അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഇതുപോലുള്ള മെഷീനുകൾ മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ഷാർജയിലാണെങ്കിലും അജ്മാനിലാണെങ്കിലും ഒക്കെ വാങ്ങാൻ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്ന അജ്മാനിലെ കരാമയിൽ വരുന്ന ടെക്സ്റ്റൈൽസ് ഒക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് മെഷീൻസ് വിൽക്കുന്ന കടയുണ്ട്. അവിടെ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ ഒരുവിധം ജപ്പാനിൽ നിന്നൊക്കെ വരുന്നതാണ്. അവിടെ നമുക്കൊരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ പ്ലഗ് ഇൻ പോയിന്റ് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോമർ മേടിക്കണം. ഇപ്പോൾ ഈ ഒരു ചെറിയ ട്രാൻസ്ഫോമറിന് ഒരു 50 dirhams ആണ് അഡീഷണൽ ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് ഹാൻഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വാറൻറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം പൊതുവേ ഇത്തരം മെഷീനുകൾക്ക് കംപ്ലയിൻറ്റ് വരൽ കുറച്ച് കുറവാണ്. പിന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ വാങ്ങുന്ന കടകളിൽ തന്നെ റിപ്പയർ ഷോപ്പും കൂടി ചേർത്തിട്ടുള്ളതാണ്. നമുക്ക് റിപ്പയർ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇതൊരു നല്ല ഓപ്ഷനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു.